മൈസൂരിന് വൃന്ദാവനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. സിറ്റി ബസ് സ്റ്റാൻഡിൽ വരണം. ബസ് അന്വേഷിച്ചാണ് അങ്ങോട്ടാ. KRS എന്ന് പറഞ്ഞാൽ അത്ര വൃന്ദാവനിലേക്ക് എത്താൻ പറ്റില്ല. വൃന്ദാവൻ എന്ന് പറഞ്ഞാൽ അവർക്കുള്ളത് ശരിക്കും അറിയില്ല എന്ന് പറയണത്. ഹെവൻ വേ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കാത്തിരുന്നൊരു വിധമായിട്ടോ അങ്ങനെ മുന്നിട്ടുള്ള ബസ്സിൽ ഞങ്ങൾ കയറിയിട്ട് ബസ് ടിക്കറ്റ് കൊടുക്കണ്ടല്ലോ ഒന്ന് സന്തോഷിച്ചിരിക്കുന്നു ഞാൻ. പക്ഷേ എൻ്റെ ബസ് ടിക്കറ്റ് വാങ്ങി ഗൈസ്. വൃന്ദാവനിലേക്ക് പോലെന്നാണ് വേറെ ഒരു സ്റ്റോപ്പിൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ആ വൃന്ദാവനിലേക്ക് 1 മണിക്കൂർ സമയം മേലെ പിടിക്കത്ര ഒരു ബസ് വരണമെങ്കിൽ അങ്ങനെ അവിടെയുള്ള ഒരു ഓട്ടോ ചേട്ടൻ പറഞ്ഞു വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളും ആ ഫാമിലിയും കൂടിയിട്ട് ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ 70 വർഷത്തോളം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു കേട്ടോ. വേണുഗോപാലസ്വാമി ക്ഷേത്രമാണ് കേട്ടോ കാണാൻ പോണത്. അടിപൊളി സ്ഥലമാണെന്ന് പറയണം. ഇത് കാണുന്നത് KRS ഡാമായിട്ടാണ്. നീണ്ട് നിവർന്ന് അങ്ങനെ കെടുക്കാണ് കുഴപ്പമില്ല കണ്ടോ. 1911നും 1932നും ഇടയിൽ പണി കഴിച്ച ഡാമാണ് ഉണ്ടാക്കുന്നത്. വഴിയോരം കാണാനായിട്ട് അടിപൊളിയാണ്. റോഡാണെങ്കിൽ അടിപൊളി റോഡാണ്. ഒന്നും പറയില്ല. കാരണം ഒരു കുട്ടിപ്പൊളിയിലോ അങ്ങനെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അടിപൊളിയാണ്. എല്ലാം കൂട്ടിക്കുഴച്ചിട്ടുള്ള സംസാരമായിരുന്നു ഞങ്ങൾ. ചില വാക്ക് തമിഴ് പറയും, ചിലത് കന്നഡയിൽ പറയും. കന്നഡ നമുക്കൊന്നും അറിഞ്ഞുകൂടാ, അത് വേറെ കാര്യം. പക്ഷെ അവർ പരസ്പരം പറയും. അങ്ങനെ നല്ല രസകരമായുള്ള യാത്ര ചെയ്തിട്ട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. അവരോട് നമ്മൾ മലയാളം പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരുന്നതായിരുന്നു. അത് മനസ്സിലായിട്ടാണ് അവർ തലാട്ടണേ, അത് മനസ്സിലാവാണ്ടാണോ വേറെ രീതിയിൽ സംസാരിക്കുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ രസകരമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പോണ വഴിയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ. ഈ റൂട്ട് ബസ് റൂട്ടല്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്തായാലും പ്രൈവറ്റ് വണ്ടിയോട് അല്ലെങ്കിൽ നമ്മൾ ഓട്ടോയോ എന്തെങ്കിലുമൊക്കെ വിളിച്ച് വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ വേണുഗോപാലസ്വാമി ക്ഷേത്രം എത്തിയിട്ടാണ്. കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് കേട്ടോ ഈ അമ്പലത്തിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ടൈമിങ്. ഈ ക്ഷേത്രത്തിൻ്റെ 3 സൈഡിലും അണക്കെട്ടിലത്തെ വെള്ളമാണ് കേട്ടോ കാണുന്നത്. KRS ഡാമിലത്തെ വെള്ളമാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കണം കണ്ടാൽ നീലാകാശം കൂടി. എന്ത് രസമല്ലേ. ഉച്ചനിറയിൽ വെയിലടിക്കാനൊക്കെ കേട്ടിട്ടുള്ളൂ. നട്ടപ്പാറ വെയിലാണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. എവിടെ പോയാലും ഞങ്ങൾ വെയിലത്തായിരിക്കും നടത്തം മുഴുവൻ. കണ്ണ് തുറക്കാൻ പറ്റാത്ത പോലത്തെ വെയിലായിരുന്നു കേട്ടോ. എന്തൊരു വലിയ ക്ഷേത്രമല്ലേ അതിൻ്റെ പൊന്നി. പിന്നെ ഇവിടെ നോക്ക്, പാർക്കിംഗ് ഏരിയ ഇല്ല ഒരാളും പറയില്ല. അത്രയ്ക്കധികം വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കാനൊക്കെ ബെഞ്ചൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ നടന്ന് പിടിച്ചു വരുമ്പോൾ വയ്യാണ്ടാവും. എന്തായാലും ഷുവറാണ്. ഈ ക്ഷേത്രത്തെ ജാതി മതം എന്നൊന്നുമില്ല കേട്ടോ. ഈ ക്ഷേത്രത്തിനുള്ളിലൊക്കെ നമുക്ക് എല്ലാവർക്കും കയറാവുന്നതാണ്, ഏത് ജാതിക്കാർക്കും. ഈ മതിലിൻ്റെ ഉയരം കണ്ടാവും. 1.5 ഉയരമാണ്. ഇത് ഫുള്ള് പാറക്കല്ലാണ് കേട്ടോ. കണ്ട ഈ ക്ഷേത്രത്തിന് ഒരു ചെറിയൊരു ചരിത്രം കേട്ടോ. 12-ാം നൂറ്റാണ്ടിൽ കണ്ണമ്പടി ഗ്രാമത്തിൽ ക്ഷേത്രം നിർമ്മിച്ചത് കേട്ടോ. പിന്നെ 20-ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് KRS അണക്കെട്ട് നിർമ്മിച്ചത്. ആ സമയത്ത് തന്നെ കണ്ണമ്പടി ഗ്രാമവും ക്ഷേത്രം പൂർണ്ണമായിട്ടും വെള്ളത്തിൻ്റെ അടിയിലായി. ഈ അണക്കെട്ടിൽ മുങ്ങിപ്പോയ ഈ ക്ഷേത്രത്തിന് അതേപടി തന്നെ ഒരു പുനഃസ്ഥാപിച്ചു കേട്ടോ. എന്തൊട്ടൊക്കെ വന്നല്ലേ. ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഓരോ കല്ലുകളും പതുക്കെ അടർത്തി മാറ്റും. അതേ പൊസിഷനിൽ തന്നെയാണ് ഇവിടെ പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ആ സ്ഥാപിച്ച ഫൗണ്ടേഷൻകാർ ഗോഡി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് കേട്ടോ ഇത് പുനഃസ്ഥാപിച്ചത്. കണ്ടോ എന്തു മനോഹര. 1000 വർഷം പഴക്കേണ്ടതാണ് പറയണത് ഈ ഓരോ കല്ലിനെന്ന് പറയണത്. ഇത്രയും വെയിലിൻ്റെ ഇടയിലും ചെറിയൊരു മഴക്കാരമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കാരണം ഈ അമ്പലത്തിൻ്റെ 3 സൈഡും അണക്കെട്ട് വെള്ളമാണ് കേട്ടോ. കണ്ടോ കന്നമ്പടി ഹോസഹള്ളി ഗ്രാമം മുങ്ങിയപ്പോൾ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം നാട്ടുകാർ മാറ്റി വെച്ചുട്ടാ. പിന്നെ ഈ ക്ഷേത്രം വെള്ളത്തിനടിയിലായിപ്പോയപ്പോൾ വേനൽക്കാലം വരുമ്പോൾ ഈ 10 അടി 15 അടിയോളം താഴുമ്പോൾ ഗോപുരം പുറത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ആൾക്കാർ ബോട്ടിൽ പോയിട്ടൊക്കെ ദർശനം നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മൊബൈൽ ഫോണോ ക്യാമറകളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് പല ഭാഷകളിലായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻട്രൻസ് ഏരിയ. 2-3 സെക്യൂരിറ്റി ചേട്ടന്മാരോട് കണ്ണു നട്ട് നോക്കി നിൽക്കുകയാണ് ഗൈസ്. നമുക്ക് അകത്തേക്ക് കയറി മൊബൈൽ യൂസ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഞാൻ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മൊബൈൽ എടുത്തപ്പോഴേക്കും അവർ സമ്മതിച്ചില്ല. അവർ ഓൾറെഡി അനൗൺസ് ചെയ്യേണ്ടായിരുന്നു. എന്നാലും പറ്റുമോ നോക്കിയതാണ്, പക്ഷെ സാധിച്ചില്ല. എന്ത് രസകരമായിട്ടല്ല ഈ ഒരു ക്ഷേത്രം കരിങ്കല്ല് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ ഫോട്ടോസുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡിൻ്റെ കാര്യം മെയിൻ മസ്റ്റാണ് ഗൈസ്. ഇവിടെ നോൺ വെജ് ഇല്ല, വെജ് മാത്രമാണ്. പിന്നെ അത്ര വലിയ ഫുഡുകളെന്ന് പറയാനായിട്ട് അവിടെ ഒന്നും കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നതാണ് നല്ലത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റിട്ടേൺ വൃന്ദാവനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ഫാമിലിയും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. റിട്ടേൺ ഓട്ടോ തന്നെ അതേ ചേട്ടൻ തന്നെ ഞങ്ങൾ തിരിച്ച് വൃന്ദാവനിലേക്ക് കൊണ്ടുവിടുകയാണ്. ഞങ്ങൾ 2 കൂട്ടരും കൂടാതെ വേറൊരു ആൾക്കാരും കൂടി ഒരു ബാക്കിൽ ഇത് ഷെയർ ഓട്ടോയാണല്ലോ ബാക്കിൽ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ ഭയങ്കര രസം തോന്നിയത്. കിട്ടാവുന്ന ആൾക്കാർ ഒരു ഷെയർ ഓട്ടോയാണല്ലോ. കിട്ടാവുന്ന ആൾക്കാരൊക്കെ അവർ കയറ്റും. എന്തായാലേ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ വേണുഗോപാലസ്വാമി ക്ഷേത്രം. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി കാണാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.